ഒരു നാട് മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് കേട്ടോ ഇത്. ഏതാണെന്നല്ലേ? ഏറ്റുമാനൂരപ്പൻ്റെ ഉത്സവം. അങ്ങനെ ഈ വർഷം എനിക്ക് ഈ ഉത്സവം കൂടാൻ പറ്റി. കഴിഞ്ഞ 3 വർഷങ്ങളിലും എനിക്ക് കൂടാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ ഈ വർഷം അത്യാവശ്യം ആറാട്ടിൻ്റെ സമയമാകുമ്പോൾ എനിക്ക് എത്താൻ പറ്റി. ഏതൊരു നാട്ടിൽ പോയാലും ഈ ഒരു സമയമാകുമ്പം നമുക്ക് എത്തണം എന്ന് എപ്പോഴും നമ്മൾ മനസ്സിലാഗ്രഹിക്കും. നമ്മൾ പല പല വീഡിയോസും സ്റ്റാറ്റസും ഒക്കെ കാണുമ്പോൾ എപ്പോഴും അമ്പലത്തിലൊന്ന് എത്താൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു സദ്യ കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരാഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഈ സമയം കേട്ടോ. അങ്ങനെ എനിക്ക് ഈ വർഷം കൂടാൻ പറ്റി. അടിപൊളിയായിട്ട് കൂടുകയും ചെയ്തു. അപ്പം നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടാലോ. അങ്ങനെ ഏറ്റുമാനൂരപ്പൻ പേരൂർക്കടവിലോട്ട് കുളിക്കാൻ പോകുന്ന സമയത്താണ് ഞങ്ങൾ ഇറങ്ങിയത്. കാരണം അല്ലാത്ത സമയത്തൊന്നും എനിക്ക് ആ ഏരിയയിലോട്ട് കാല് കുത്താൻ പറ്റില്ല. അമ്മാതിരി തിരക്കാണ് അമ്പലത്തിൽ. അപ്പം വൈകുന്നേര സമയങ്ങളിൽ പോകുന്ന സമയത്ത് എല്ലായിടത്തും നല്ല അടിപൊളി ഡെക്കറേഷൻസാണ്. അതുമാത്രമല്ല പോകുന്ന വഴി നല്ല എന്താ പറയുക, ഒരുപാട് ആഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ ആൾക്കാർ കൊടുക്കും. അതൊക്കെ അവരുടെ ഒരു മനസ്സിന് സന്തോഷമായിട്ടും കൊടുക്കുന്നതാണ് കേട്ടോ. പക്ഷെ എനിക്ക് അത്രയും ഒന്നും കൂടാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കണ്ടും അമ്പലത്തിലേക്ക് ഒന്ന് പോകാനും ഒക്കെ പറ്റി കേട്ടോ. ഒറ്റൊരിക്കൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് സ്വർണ്ണ. സ്വർണത്തിനേക്കാളും മൂല്യം